ഒരു 28,000-30,000 കുട്ടികളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഈ 30,000 കുട്ടികൾ നടത്തുന്ന നമ്മൾ സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ നടത്തിയതില് ആ സർവേയിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 85% കുട്ടികൾ പറഞ്ഞ ഉത്തരം അച്ഛന്റെ അമ്മേന്റെ കൂടെ ആവും. അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെ കൂടെ ഉള്ളപ്പോഴാണ്. പക്ഷെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല, നമുക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴും വിചാരിച്ചത് കുട്ടികളെ ആക്കിയാവുന്നത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. അവരോടൊപ്പം അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നതല്ലേ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. മക്കളെ സക്സസ്ഫുൾ ആക്കാൻ എന്ത് ചെയ്യണം, മക്കളെ ഹാപ്പി ആക്കാൻ എന്ത് ചെയ്യണം എന്നല്ലേ. മക്കളെ ഹാപ്പി ആക്കാൻ ചെയ്യേണ്ടത് അവർക്ക് കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. ക്ലിയറാണ്? അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ, അവരോട് സംസാരിക്കുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. എല്ലാ ദിവസവും 20 മിനിറ്റ് സമയം ഭക്ഷണം ഒന്നിച്ച് കഴിക്കുക. ആ സമയത്ത് മൊബൈൽ ഫോൺ വേണ്ട, നമുക്ക് പരസ്പരം സംസാരിക്കാം. എല്ലാ വിഷയങ്ങളും പറയട്ടെ, എല്ലാ വിവരങ്ങളും പറയട്ടെ, എല്ലാ അബദ്ധങ്ങളും എല്ലാ കാര്യങ്ങളും നാട്ടുവർത്താനും കുറച്ച് പരദോഷം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ ഇടയ്ക്ക് മസാല പറയട്ടെ, സംസാരിക്കട്ടെ, സംസാരം നടക്കട്ടെ, നല്ലത്. അതില്ലാതായി പോകുമ്പോഴാണ് നമ്മുടെ ഫാമിലിയിൽ നിന്നും ഹാപ്പി ഒഴിഞ്ഞു പോകുന്നത്, സന്തോഷം ഒഴിഞ്ഞു പോകുന്നത്. ഇതില്ലാതെ നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ. ക്ലിയറാണോ ഞാൻ പറയുന്നത്? ക്ലിയറാണോ? And E for eye contact, and finally N for nodding. നമ്മളടുത്ത് ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്നത് ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നത് എന്നത് കാണിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയറാണോ? നമ്മൾ ഈ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. ഞാൻ പ്രസംഗ പരിശീലനമൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൽ നമ്മൾ പറയാറുണ്ട് നോഡിങ് നല്ലത്. ഈ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ നോഡിങ് ഒക്കെ ഉപയോഗിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ മുമ്പിലിരിക്കുന്ന മൊത്തം ആളുകൾ ഇങ്ങനെ തലയാട്ടും. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ആട്ടിക്കുന്നതാണ്. മക്കൾ നമ്മളോട് സംസാരിക്കുന്ന, കുടുംബത്തിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ തലയാട്ടിക്കൊണ്ടേ ഇരിക്കാന്നുള്ളതല്ല. യു ജസ്റ്റ് റെസിപ്രോക്കേറ്റ്. അവർ പറയുന്നൊന്ന് റിപ്പീറ്റ് ചെയ്യും. ആണോ, അങ്ങനെ ഉണ്ടായോ? ഓ അത് ശരി, ഓക്കെ, ഞാൻ നോക്കാട്ടോ. കാരണം എന്താ, നമ്മൾ കേൾക്കുന്ന താല്പര്യത്തോടു കൂടിയാണ് എന്നത് അവനെ ബോധ്യപ്പെടുത്ത്. അല്ലാതെ നിങ്ങൾ കളിക്ക് കട്ടിയുന്ന സമയത്ത് ഈ പറഞ്ഞോ ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ, അവർക്ക് പറയാൻ മനസ്സില്ല. കളിക്ക് കട്ടിയാണോ ഏറ്റവും വലിയ കാര്യം? ഇവിടെ സ്വിഗ്ഗിയൊക്കെ കിട്ടും. സ്വിഗ്ഗി കിട്ടൂലേ? സ്വിഗ്ഗി മതി. ഭർത്താവ് വന്ന് ചോദിക്കുമ്പോൾ പറയണം, ഇന്ന് ഞാൻ മോനായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു, അവർക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് സ്വിഗ്ഗി. അതല്ലെങ്കിൽ കഞ്ഞി, ഇടയ്ക്ക് അതും ആവാം, നെയ്യും കൂടെ ചേർത്തും ആവാം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അവരുടെ കൂടെ കുറച്ച് അവർക്ക് എന്തും തുറന്ന് പറയാൻ പറ്റാവുന്ന. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചിലരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ചില പാരന്റ്സ് ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, എന്റെ മകന്റെ അല്ലെങ്കിൽ എന്റെ മോളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഞാനാണ്. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താക്കാൻ. നമ്മുടെ മക്കൾക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമില്ല. നമ്മുടെ മക്കൾക്ക് അത്രയ്ക്ക് ദാരിദ്ര്യം ഞങ്ങളെ സുഹൃത്താക്കാൻ മാത്രമുള്ള ദാരിദ്ര്യം അതില്ല. നിങ്ങളെപ്പോലെ തന്ത വൈബും തള്ള വൈബുള്ള ആളുകളെ സുഹൃത്താക്കേണ്ട ദാരിദ്ര്യം അവർക്കില്ല. അവർക്ക് അവരുടെ വൈബുള്ള, അവരുടെ അതേ എനർജി ഉള്ള നല്ല ചൂടിന്റെ ചെക്കന്മാരും പെൺകുട്ടികളും അവർ കൂടെ ഉണ്ട്. അവരെ സുഹൃത്തുക്കളാക്കും. There are n number of options. പക്ഷെ അവർക്ക് അച്ഛനും അമ്മയാവാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല നമ്മളല്ലാതെ. അച്ഛനും അമ്മയാവാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല, നമ്മളെ ഉള്ളൂ. നമ്മുടെ റോള് നമ്മൾ എടുത്താൽ മതി. ഫാൻസി ഡ്രസ് ഒന്നും കെട്ടണ്ട. നിങ്ങൾക്ക് ഒട്ടും ചേരാത്ത സുഹൃത്തിന്റെ വേഷമൊന്നും നിങ്ങൾ എടുത്ത് കെട്ടണ്ട. നല്ല അച്ഛനും അമ്മയാരാണ്. ക്ലിയർ ആണോ? നല്ല അച്ഛനും അമ്മയാവാൻ വേണ്ടി നല്ല അച്ഛനും അമ്മയുള്ള കുടുംബത്തിലെ സന്തോഷം ഉണ്ടാവും. നല്ല അച്ഛനും അമ്മയും വളർത്തുന്ന മക്കളും നന്നാവും. നല്ല മക്കളുള്ള നല്ല അച്ഛനും അമ്മയുള്ള കുടുംബത്തില് സന്തോഷമുണ്ടാവും, സ്നേഹമുണ്ടാവും, പരസ്പരം പങ്കുവെക്കലുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, പരിഭവങ്ങളൊക്കെ ഉണ്ടാവും, പിണക്കങ്ങളും ഉണ്ടാവും. ഭാര്യന്റെ ഭർത്താവിന്റെ അടുത്ത് സ്നേഹമുണ്ട്. സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പിണക്കം ഉണ്ടാവും, കലഹങ്ങൾ ഉണ്ടാവും, ഒരു പ്രയാസമില്ല. അപ്പൊ ഇവിടുന്ന് ആരെങ്കിലും പറയാണ് ഞാനും ഭർത്താവും തമ്മിൽ
ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കുമില്ല, കലഹമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ കളയാൻ എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത എന്തോ കാര്യപ്പെട്ട പ്രശ്നമാണ്. ഇതിനാണ് കലഹം. നിങ്ങൾ കലഹിച്ച ഒരു കുഴപ്പമില്ല, പക്ഷെ കലഹത്തിന്റെ ഇടയിൽ നിങ്ങൾ മക്കളെ മധ്യസ്ഥനായിട്ട് കൊണ്ടുപോയിരുത്താനാണ് അങ്ങനെ ഒരു പരിപാടി. മോനെ നല്ലൂര് എഴുതിയിട്ട് അച്ഛൻ വന്നിട്ട് പറയും, എന്റെ അമ്മേന്റെ സ്വഭാവമാണ് പണ്ടേ അറിയുന്നത്, അമ്മേന്റെ സ്വഭാവം ഇങ്ങനെ തന്നെ. അപ്പൊ അച്ഛൻ വന്നിട്ട് മോനോട് ചോദിക്കും, മോനെ എന്റെ അമ്മേന്റെ മാത്രമല്ല, അച്ഛന്റെ മാത്രമല്ല, അച്ഛന്റെ കുടുംബക്കാരന്റെ ഇങ്ങനെയില്ലേ, ഒരു കുടുംബത്തോട് തന്നെ ഒരു ഇങ്ങനെയല്ലേ. എത്ര കേട്ടിട്ടുണ്ട് ഈ മോനെല്ലാം കൂടെ മാനാച്ചനെ പട്ടി പിടിക്കുക വരെ ഉണ്ടാവും. ആരെ വാചാ പറയുക? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇതിനെ മക്കൾ നടുകൊണ്ടേയിരിക്കുന്നത്, നിങ്ങളുടെ പ്രൈവസിന് നിങ്ങൾ കലഹിച്ച ഒരു കുഴപ്പമില്ല. അതൊക്കെ വേണം. ഇന്ന് പിഴങ്ങിയതിന്റെ പിറ്റേ ദിവസം ഉള്ള ആ ഒരു ഇണക്കത്തിന്റെ ഒരു സുഖമുണ്ട്, അതൊരു രസമാണ്. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് കലഹിക്കാം, പക്ഷെ ഒരു രാത്രിക്കപ്പുറത്തേക്ക് ഉണ്ടാവും. ഏതാണ് ഇനി കലഹിക്കാനുള്ള കാരണങ്ങൾ ആലോചിക്കണം. ഞാൻ ഇവിടെ ഭയങ്കര ആലോചന ഈ സൈഡിൽ. അപ്പം ഒന്നുകൂടെ ഒന്ന് പറയൂ, സോഫ്റ്റ് ഒന്ന് പറയൂ. എസ് എന്തായിരുന്നു, ഓ എന്തായിരുന്നു, എഫ് എന്തായിരുന്നു, ഡി എന്തായിരുന്നു, ജി എന്തായിരുന്നു, ആൻഡ് ഫൈനലി എന്തായിരുന്നു, നോട്ട്. നോട്ട് ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ സോഫ്റ്റ്വെയർ എന്ന ഫോർമുല നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവും ഒരു പരീക്ഷയ്ക്ക് വരാൻ പോകുന്നില്ല. നിങ്ങൾ കാണാതെ പഠിക്കാനുള്ളതൊന്നുമില്ല, മറിച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാ. എന്റെ കുടുംബത്തിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള, നല്ല സ്നേഹമുണ്ട്, നല്ല റെസ്പെക്ട് ഉള്ള, നല്ല ടൈമുണ്ട്, നല്ല ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കുടുംബമായിട്ട് നമുക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാം. ഞാനിപ്പോ പ്രെസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറ്റിയാ പറഞ്ഞത്. മൂന്നാമത്തത് പെർപെച്വേറ്റിംഗ് ഫാക്ടർ. മക്കളുടെ ബിഹേവിയർ പാറ്റേൺസിന് മൂന്നാമത്തെ പി, ദാറ്റ് ഈസ് പെർപെച്വേറ്റിംഗ് ഫാക്ടർ. പെർപെച്വേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ചില സ്വഭാവമുണ്ട്, നമ്മൾ ലേബൽ ചെയ്യുന്ന ചില സ്വഭാവമുണ്ട്. നമ്മൾ പറയും, ഓനല്ലെങ്കിൽ ഓന്റെ അച്ഛന്റെ പോലെ തന്നെയാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, കുട്ടി പെട്ടു. പിന്നെ ദേഷ്യക്കാരനാവാതിരിക്കാൻ പറ്റൂലല്ലോ, ഞാൻ അച്ഛന്റെ പോലെയല്ലേ. അവൻ പണ്ടേ ഇങ്ങനെ ദേഷ്യം വന്ന് അപ്പ കയ്യെടുത്ത് എറിയും, തവക്കെട്ടിയാ പറയാ. അപ്പൊ ഇത് വലിയൊരു റെക്കഗ്നേഷൻ ആണ്. അപ്പൊ കൈ കിട്ടുമ്പോ ഒക്കെ എറിയും. ആദ്യം വലിയ പ്രശ്നമില്ല, വീട് കൊള്ളാൻ തുടങ്ങി, അത് വരെ വലിയ പ്രശ്നമില്ലേ. അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ നമ്മൾ പറയും ഈ ഫോമോ അതൊരു എന്താ പറയാ, സൈക്കോളജിക്കൽ ഫോം ഓഫ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നമ്മുടെ കുട്ടികൾ സ്മോക്ക് ചെയ്യുന്നു, നമ്മുടെ കുട്ടികൾ പ്രേമത്തിൽ ഏർപ്പെടുന്നത്, ഇതൊന്നും ഈ സ്മോക്ക് ചെയ്യുന്നതിന് ലഹരിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് അവരുടെ കൂടെയുള്ള കുട്ടികളുടെ ഇൻഫ്ലുവൻസാ. എന്തെങ്കിലും പറ്റിയത് പിന്നെ കൂട്ടത്തിൽ കൂടാൻ പറ്റില്ല, മോനെ മാറ്റിയ നമുക്ക് പറ്റിയ. അപ്പൊ അവരുടെ കൂടെ കൂടാൻ വേണ്ടിട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, being a gardener parent, it is our responsibility to make sure the weeding. അനാവശ്യമായ കളകള്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ വീഡിങ് പറിച്ചെറിയിൽ നമ്മുടെ ഉത്തരവാദിത്വം. അനാവശ്യമായ ശീലങ്ങൾ, കീടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള ചുറ്റുപാട്. അവരാരോടൊപ്പമാണ് കൂടുന്നത്, നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിയാതെ. എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ഗാർഡനർക്ക് ഒരിക്കലും എല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അവരറിയാവുന്നവരോട് പോയി ചോദിക്കും. അവർ ചിലപ്പം കൃഷിഭവനിൽ പോയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അവര് എന്താ പറയാ ഫെർട്ടിലൈസർ ഡിപ്പോ, വളം ഡിപ്പോയിലുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കും, കൂടെ നിൽക്കുന്ന കർഷകരോട് ചോദിക്കും. അതേപോലെ എല്ലാ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ആരും അറിയാതെ നമ്മൾ ഇതിന് ഒളിപ്പിച്ചു വെക്കുന്നു വേണ്ട. ഒരു കൗൺസിലറുടെ സേവനം നമുക്ക് ആവശ്യപ്പെടുക്കാം. കാരണം വെച്ചാൽ ADHD പോലെ ലോ സെൽഫ് എസ്റ്റീം പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൈകാര്യം ചെയ്തൊന്നുമില്ല. അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണം. അങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ തേടുക. ഒരു കൗൺസിലറെ തേടുക പറഞ്ഞാൽ മക്കൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളതെന്നല്ല അർത്ഥം. അതുകൂടെ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നത് വരട്ടെ. നല്ല സംസാരം ഉണ്ടാവട്ടെ, സംസാരത്തിനപ്പുറം കേൾവി കൂടി ഉണ്ടാവട്ടെ. ദൈവം നമുക്ക് ഒരു ചെവി, അല്ലെങ്കിൽ നമുക്ക് ഒരു നാവും രണ്ട് ചെവി തന്നത് എന്തിനാണ്? കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ് പോലും ചെവി എക്സ്ട്രാ എന്നാ ശ്രീമതി ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് തന്നതാണ്. എന്തിനാ നമുക്ക് ഒരു നാവും രണ്ട് ചെവി തന്നത്? എന്തിനാ? അല്പം മാത്രം സംസാരിക്കാനും സംസാരിക്കുന്നതിന്റെ ഇരട്ടി കേൾക്കാനോ?
പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മുടെ ശരീരം മുഴുവൻ നാവുമാണ്, ചെവി എന്ന് പറഞ്ഞൊരു സംഗതി നമുക്കില്ല. നിക്ക്, ഞാൻ പറയട്ടെ. നല്ല കേൾവിക്കാരൻ, നല്ല സംസാരമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തില് നല്ല സ്നേഹമുണ്ടാവട്ടെ, തെളിമയുള്ള സ്നേഹമുണ്ടാവട്ടെ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള, നോൺ ജഡ്ജ്മെന്റൽ അല്ലാത്ത, ഉപാധികളില്ലാത്ത, മുൻവിധികളില്ലാത്ത സ്നേഹം കുടുംബത്തിൽ കിടക്കട്ടെ. പരസ്പര ബഹുമാനം ഉണ്ടാവട്ടെ. പരസ്പര ബഹുമാനം, ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവട്ടെ. കുടുംബത്തെ സമയം ചെലവഴിക്കാൻ വേണ്ടി ഒരു അല്പസമയം ഫാമിലി ടൈം മാറ്റിവെക്കാൻ പറ്റും. നല്ല അക്സെപ്റ്റൻസ് ഉണ്ടാവട്ടെ. Accept her how she is. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കാന്നുള്ളതല്ല, അവൻ എങ്ങനെയാണോ അതുപോലെ സ്വീകരിക്കും. ഇത്ര കാലം കൊണ്ട് മാറ്റാൻ പറ്റാത്ത സ്വഭാവം ഇനി മാറ്റാൻ പറ്റുന്ന വല്ല പ്രതീക്ഷയുണ്ട് ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടോ അതേപോലെ സ്വീകരിച്ചു, അതാ നല്ലത്. ആക്സെപ്റ്റൻസ് നല്ലത്. അങ്ങനെ തെളിവയാർന്ന, സന്തോഷം നിറഞ്ഞ കുടുംബം ഉണ്ടാവട്ടെ. മനസ്സറിഞ്ഞ് ഒന്നിച്ചിരുന്ന് ചിരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്നൊരു ചിന്തയോടെ, പ്രാർത്ഥനയോടെ. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അറിയാവുന്ന, പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഓർമ്മയിൽ വരാത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഓർമ്മപ്പെടുത്തലിൽ ഒരു ശതമാനമെങ്കിലും മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാവട്ടെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ നേട്ടം എന്ന് അറിഞ്ഞുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്. ഒരു ക്രൗഡിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് ഒരിക്കലും അതിന്റെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ സ്പാൻ ഓഫ് അറ്റൻഷനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച 2 മണിക്കൂറും 25 മിനിറ്റ് സമയവും ശ്രദ്ധയുടെ ഒരു ഘടിക പോലും പതറാത്ത ഈ ഒരു ക്രൗഡിന്റെ മുമ്പിൽ സംസാരിക്കാൻ എനിക്കൊരു അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്നെ ഈ ഒരു വേദിക്ക് പരിചയപ്പെടുത്തുന്ന ശ്രീമതി സാറിനോടുള്ള എന്റെ സ്നേഹം, നന്ദി, കടപ്പാട് അറിയിച്ചുകൊണ്ട് നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് ഡീറ്റെയിൽ ചെയ്ത് തന്ന, പലപ്പോഴായിട്ട് എന്നോട് വിളിച്ച് പല കാര്യങ്ങളും ചോദിച്ചാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് എന്ന് ഈ ക്ലാസ്സിന് അത്രയും ഗൗരവത്തോടു കൂടി കണ്ട നിങ്ങളുടെ പ്രസിഡന്റ് മെന്താ സാറിനോടുള്ള സ്നേഹം, നന്ദി, കടപ്പാട് അറിയിച്ചു. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ച് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നാരായണൻ സാറിനോടുള്ള എന്റെ സ്നേഹം അറിയിച്ചു. സ്നേഹത്തോടുകൂടി എന്റെ മുമ്പിൽ പാദപ്രശ്നം ചിരിക്കുന്ന മുഖത്തോടുകൂടി എന്റെ മുഖത്ത് വിളക്കി തന്ന ആ സ്നേഹത്തിന്റെ, ആ സൗഹൃദത്തിന്റെ, ആ ആതിഥേയത്വത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവരെയും വീണ്ടും കാണാൻ പറ്റുന്ന ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.